മഹാപൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ ചൈതന്യ ശക്തിയാൽ പാപങ്ങൾ പൊറുക്കുവാനുള്ള പരമാധികാരം ഈ ദാസന് അരുളണമേ. ഇദ്ദേഹം തൻ്റെ ജനസമൂഹത്തെ സംബന്ധിച്ച ചുമതലകളുടെ നിർവഹണം അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് നിർവഹിക്കുവാനും അപ്പോസ്തലന്മാർക്ക് അങ്ങ് നൽകിയ അധികാരത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിക്കുവാനും ഇടയാക്കണമേ. ഇദ്ദേഹത്തിൻ്റെ സൗമ്യതയും ഹൃദയശുദ്ധിയും അങ്ങയുടെ തിരുമുമ്പിൽ ക്രിസ്തു വഴി അർപ്പിക്കപ്പെടുന്ന ഒരു തിരുമുൽ കാഴ്ചയായി ഉയരുകയും അങ്ങയ്ക്ക് പ്രസാദകരമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങയ്ക്ക് സ്തുതിയും പ്രതാപവും മഹത്വവും തിരുസഭയിൽ എന്നും എന്നേക്കും ഭവിക്കുമാറാകണമേ. മിത്രാഭിഷേക കർമ്മത്തിലെ തൈലാഭിഷേചന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. രാജാവും പുരോഹിതനും പ്രവാചകനുമായി തിരഞ്ഞെടുക്കപ്പെടുന്നവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചനം ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ പാരമ്പര്യത്തിലും നാം കാണുന്നുണ്ട്. അതുപ്രകാരം നവമെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കന്റെ ശിരസിൽ പ്രധാന കാർമ്മികൻ വിശുദ്ധ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേചനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിൽ അങ്ങയെ പങ്കാളിയാക്കിയ സർവേശ്വരൻ ഈ മൗതികാഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാകട്ടെ. അതുവഴി ആധ്യാത്മിക അനുഗ്രഹ സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ചാലും തികഞ്ഞ ക്ഷമയോടും യഥാർത്ഥ പ്രബോധനത്തോടും കൂടെ അങ്ങ് ദൈവവചനം പ്രഘോഷിക്കുക. തിരുസഭയിൽ ഒരു മെത്രാന്റെ അജപാലനപരമായ ഉത്തരവാദിത്വങ്ങളെയും അധികാരത്തെയും സൂചിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രതീകങ്ങൾ ഇപ്പോൾ നവമെത്രാനെ ധരിപ്പിക്കുകയാണ്. തന്റെ മണവാളനായ ക്രിസ്തുവിനോട് വിശ്വസ്തയായിരിക്കുന്ന സഭയുമായുള്ള മെത്രാന്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടിപ്പോൾ മോതിരം അണിയിക്കുന്നു. വിശ്വസ്തതയുടെ മുദ്രയായി ഈ മോതിരം അങ്ങ് സ്വീകരിച്ചാലും കറയില്ലാത്ത വിശ്വാസത്താൽ അലങ്കൃതയായ ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്തയോടെ അതിനിർമ്മലമായി കാത്തുസൂക്ഷിക്കുക. ഒരു മെത്രാൻ ക്രിസ്തുവിന്റെ മഹത്വ കിരീടത്തിന്റെ അവകാശിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അംശമുടി ധരിപ്പിക്കുന്നു. ഈ അംശവടി സ്വീകരിച്ചാലും വിശുദ്ധിയുടെ പ്രഭ അങ്ങയിൽ പ്രശോഭിക്കട്ടെ. ഉന്നതനായ ഇടയൻ ആഗതനാകുമ്പോൾ അവിടെ നിന്ന് അനശ്വര മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിന് അങ്ങ് അർഹനാകട്ടെ. മെത്രാൻ തന്റെ അജഗണത്തിന്റെ കാവൽക്കാരനാണെന്ന്
ഓർമ്മിപ്പിച്ചുകൊണ്ട് അജഗണ പരിപാലന അധികാരദണ്ഡ് ഇപ്പോൾ ഏൽപ്പിക്കുന്നു. അജപാലന ദൗത്യത്തിൻ്റെ ചിഹ്നമായ ഈ ദണ്ഡ് സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവ് അങ്ങയെ പരമേൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ അജഗണത്തിൻ്റെയും കാവൽക്കാരനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഭയെ വഴി നടത്തുക.